മാക്രോ എക്കണോമിക്സ് 2-ലെ ഫസ്റ്റ് മൊഡ്യൂളായിട്ടുള്ള ISLM മോഡലിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ISLM മോഡൽ എന്ന് പറയുന്നത് ഇക്കണോമിക് ഐഡിയാസ് എങ്ങനെയാണ് വരുന്നത് എന്നൊക്കെ കുറിച്ചിട്ടുള്ള 1930s വന്നിട്ടുള്ള കുറച്ച് ഐഡിയാസിനെ കുറിച്ചിട്ടൊക്കെ തന്നെയാണ് പറയുന്നത്. അതുപോലെ ഇത് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നത് ജോൺ ആർ ഹിഗ്സും ആൽവിൻ എച്ച് ഹാൻസൺ പോലുള്ള ആളുകളാണ് ഈ ഒരു ISLM മോഡൽ എന്ന് പറയുന്നത് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി എന്ന് പറയുന്ന 1936 വന്നിട്ടുള്ള റൈറ്റിങ്ങിലാണ് ISLM മോഡൽ എന്ന് പറയുന്ന ഒരു കാര്യം ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ടോട്ടലായിട്ട് നമ്മൾ പറഞ്ഞു ജോൺ ആർ ഹിഗ്സും ആൽവിൻ എച്ച് ഹാൻസണും കൂടി ചേർന്നിട്ടാണ് ISLM മോഡൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. എത്രത്തോളം നമ്മൾ സമ്പാദിക്കുകയും ചെലവഴിക്കുകയും ചെയ്യുന്നു, അതുപോലെ മണി, ഇൻട്രസ്റ്റ് റേറ്റ്, ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരുപാട് കൺസെപ്റ്റുകളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടൊക്കെയാണ് ISLM മോഡൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ISLM മോഡൽ എന്ന് പറയുന്നത് ഒരു ഗ്രാഫ് പോലെയാണ് അപ്പിയർ ചെയ്യുന്നത്. ആ ഗ്രാഫിൽ അപ്പിയർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർസെക്ഷൻ ആണ്. അതായത് ഗുഡ്സും മണി മാർക്കറ്റും തമ്മിലുള്ള ഒരു ഇൻ്റർസെക്ഷനെ കുറിച്ചിട്ടാണ് ISLM മോഡൽ എന്ന് പറയുന്നത്. അതായത് IS എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് സ്റ്റാൻഡ്സ് ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് സേവിങ്. ഇൻവെസ്റ്റ്മെൻറ്റും സേവിങ്ങും തമ്മിലുള്ള അതിനെയാണ് IS എന്ന് പറയുന്നത് റെപ്രസെൻ്റ് ചെയ്യുന്നത്. LM എന്ന് പറയുന്നത് എന്താണ്? ലിക്വിഡിറ്റി ആൻഡ് മണി. സോ ഈ ഒരു ISLM മോഡൽ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് അറ്റംപ്റ്റ്സ് ടു എക്സ്പ്ലെയിൻ, എന്ത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ്? എ വേ ടു കീപ് ദ എക്കോണമി ഇൻ ബാലൻസ് ത്രൂ ഇക്വിലിബ്രിയം ഓഫ് മണി സപ്ലൈ വേഴ്സസ് ഇൻട്രസ്റ്റ് റേറ്റ്. അതായത് മണി സപ്ലൈയും ഇൻട്രസ്റ്റ് റേറ്റും തമ്മിലുള്ള ആ ഒരു ബാലൻസിനെ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് ISLM മോഡൽ അറ്റംപ്റ്റ് ചെയ്യുന്നത്. സോ ദ ISLM ഈസ് ഓൾസോ സംടൈംസ് കോൾഡ് ദ ഹിഗ്സ് ഹാസൻ മോഡൽ. അതായത് ഇവർ രണ്ടുപേരാണല്ലോ അത് കൊണ്ടുവന്നത്, അതുകൊണ്ട് ഹിഗ്സ് ഹാസൻ മോഡൽ എന്നും ISLM മോഡൽ അറിയപ്പെടുന്നുണ്ട്. നമ്മൾ പറഞ്ഞ പോലെ ഇത് എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, എന്താണ് ഇത് അറ്റംപ്റ്റ് ചെയ്യുന്നത്? ദ എക്കോണമി ഇൻ ബാലൻസ് ത്രൂ ഇക്വിലിബ്രിയം ഓഫ് മണി സപ്ലൈ വേഴ്സസ് ഇൻട്രസ്റ്റ് റേറ്റുകൾ. ഇനി ഈ ഒരു ISLM മോഡൽ പലതരത്തിലുള്ള കൺസെപ്റ്റുകളൊക്കെ തന്നെ പറയുന്നുണ്ട്. അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണ്? ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണെന്ന് നമുക്കറിയാം. മാക്രോ എക്കണോമിക്സിൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഡിഫൈൻഡ് ആസ് എ ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് purchased in a period of time that are not consumed or used in that time. Investment increases as interest rate decreases. അപ്പോൾ മാക്രോ എക്കണോമിക്സിൽ ഇൻവെസ്റ്റ്മെൻറ്റിനെ ഡിഫൈൻ ചെയ്യുന്നത് ഒരു ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് അല്ലെങ്കിൽ ഒരു പർച്ചേസ്ഡ് ഒരു പീരീഡിൽ ഉണ്ടാകുന്ന ഒരു പർച്ചേസിനെ കുറിച്ചിട്ടൊക്കെ തന്നെയാണ്. അതുപോലെ അത് കൺസ്യൂം ചെയ്തിരിക്കുന്നതോ അല്ലെങ്കിൽ അത് യൂസ് ചെയ്തിരിക്കുന്നതൊന്നുമല്ല ആ ഒരു ടൈമിൽ. പക്ഷേ എന്താണ്, ഒരു ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് അല്ലെങ്കിൽ ഒരു പർച്ചേസിനെ കുറിച്ചിട്ടാണ് ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് പറയുന്നത്. ദാറ്റ് ഈസ് ഇൻഡയറക്ട്ലി ഇൻവെസ്റ്റ്മെൻറ്റ് റിലേറ്റഡ് വിത്ത് ഇൻട്രസ്റ്റ് റേറ്റ്. അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് ഡിക്രീസ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സേവിങ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സേവിങ്സ് സംടൈംസ് നോൺ ആസ് ഡിഫേർഡ് കൺസംഷൻ. ഡിഫേർഡ് കൺസംഷൻ എന്തുകൊണ്ടാണ് സേവിങ്സ് ഓൾറെഡി അറിയപ്പെടാറ്? അതായത് ഇൻകം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് നോട്ട് സ്പെൻഡ്. അതായത് ഇൻകം സ്പെൻഡ് ചെയ്യാണ്ടിരിക്കുമ്പോഴാണല്ലോ സേവിങ്സ് ഉണ്ടാവുന്നത്. സോ ഇൻട്രസ്റ്റുമായിട്ട് ഇതിന് ഡയറക്റ്റ്ലി ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് സേവിങ്സിന്. ആസ് ഇൻട്രസ്റ്റ് റേറ്റ്സ് ഫോൾ, അതായത് ഇൻട്രസ്റ്റ് റേറ്റ് ഫോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സേവിങ്ങും കുറയാൻ വേണ്ടി ചാൻസ് ഉണ്ട്. ആസ് മോസ്റ്റ് ഹൗസ് ഹോൾഡ് ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ലോവർ ഇൻട്രസ്റ്റ് റേറ്റ് ടു മേക്ക് പർച്ചേസസ്. സോ നമ്മുടെ സേവിങ്സ് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുണ്ടാകുന്ന മണിയാണ്. അപ്പോൾ ഒരിക്കലും അത് സ്പെൻഡ് ചെയ്യപ്പെടാത്ത മണീനെയാണ് നമ്മൾ എന്ത് പറയുക? സേവിങ്സ് എന്ന് പറയാം. അപ്പോൾ മാക്രോ എക്കണോമിക് വ്യൂവിലാണ് നമ്മളെല്ലാം ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ലിക്വിഡിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്, ഡയറക്റ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ട്. വെൻ വി നീഡ് ക്യാഷ് ടു സ്പെൻഡ് ദ ക്യാഷ്. അതായത് നമുക്ക് എപ്പോഴാണോ ക്യാഷ് ആവശ്യം ആ സമയത്ത് നമ്മൾ എന്താണ്, അത് ലിക്വിഡാക്കി മാറ്റുന്നു, ആ ക്യാഷ് സ്പെൻഡ് ആവുന്നു. ലിക്വിഡിറ്റി റെഫേഴ്സ് ടു ഡിമാൻഡ് ഫോർ ആൻഡ് എമൗണ്ട് ഫോർ റിയൽ മണി. ഒരു റിയൽ മണിക്കുള്ള ഡിമാൻഡിനെയാണ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. സോ ഇൻ ഓൾ ഓഫ് ഇറ്റ്സ് ഫോംസ് ഇൻ ആൻ എക്കോണമി ദോസ് ഹു പാർട്ട് ഓഫ് ലിക്വിഡിറ്റി ഇൻ ദി ഫോം ഓഫ് സേവിങ്സ് ഓർ ഇൻട്രസ്റ്റിംഗ് റെക്കോർഡ് ത്രൂ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സ് ഓർ ഡിവിഡൻസ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ലിക്വിഡിറ്റി എന്ന് പറയുന്നത് എന്താണ്? എപ്പോഴാണ് നമുക്ക് ക്യാഷ് ആവശ്യം, എന്തിനു വേണ്ടിയിട്ട്? സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉണ്ടാവുന്നതിനെയാണ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. മണി എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പേയ്മെൻറ്റിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനമായിട്ടാണ് മണീനെ അവിടെ പറയുന്നത്. ഒരു വെരിഫയറബിൾ റെക്കോർഡാണ് മണി എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ മീൻസ് ഓഫ് പേയിങ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ് എന്നുള്ളത്. അപ്പോൾ ഓവറോൾ ISLMനെ കുറിച്ചിട്ടും അതിൻ്റെ പലതരത്തിലുള്ള കൺസെപ്റ്റുകളെ കുറിച്ചും മനസ്സിലായിട്ടുണ്ട്. ഇനി നമ്മൾ ഗുഡ്സ് മാർക്കറ്റ് ഇക്വിലിബ്രിയം യൂസിങ് IS കർവിനെ കുറിച്ചിട്ടാണ് പറയാൻ വേണ്ടി പോകുന്നത്. ഇൻ ദി ഗുഡ്സ് മാർക്കറ്റ് where തിങ്സ് ആർ ബോഡ് ആൻഡ് സോൾഡ്. അതായത് നമുക്കറിയാം സാധനങ്ങളൊക്കെ തന്നെ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി, ഒരു മാർക്കറ്റിൻ്റെ വിപണിയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ആളുകൾ എപ്പോഴും സേവിങ്സ് ചെയ്യുമ്പോഴാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാവുന്നത്. സോ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബാലൻസ് ഹാപ്പൻസ് വെൻ വാട്ട്
പീപ്പിൾ സേവ് ഈക്വൽസ് വാട്ട് ദേ ഇൻവെസ്റ്റ്. അതായത് നമ്മുടെ കയ്യിൽ സേവിങ്സ് ഉണ്ടാകുമ്പോഴാണ് നമ്മളത് മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. നമ്മുടെ കയ്യിൽ സേവിങ്സ് ഇല്ല, സ്പെൻഡ് ചെയ്തെല്ലാം പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ നിൽക്കില്ലല്ലോ. അതാണ് ഇവിടെ പറയുന്നത്. ദ IS curve shows different combination of how much we make and the interest rate that make savings and investing equal. അതായത് ബാലൻസ് എന്ന് പറയുന്ന ഒരു കാര്യം എപ്പോഴാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ലാഭിക്കുന്നത്, അതായത് നമ്മൾ സേവ് ചെയ്യുന്നത് നമ്മൾ നിക്ഷേപിക്കുന്നതിന് ഇൻവെസ്റ്റ്മെൻറ്റിന് തുല്യമാകുമ്പോഴാണ് ബാലൻസ് എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ എത്രമാത്രം നമ്മൾ ഏൺ ചെയ്യുന്നു, ആ ഏർണിങ്സും നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റും തുല്യമാകുന്ന രീതിയിൽ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് വരികയും നമ്മൾ എന്ത് ചെയ്യും, അവിടെ ഒരു IS കർവ് കാണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റും സേവിങ്ങും ആണ് നമുക്കറിയാം IS എന്ന്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റും സേവിങ്ങും തമ്മിലുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മളിതിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ IS മീൻസ് സേവിങ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ആർ ദ സെയിം. അപ്പോൾ IS കൊണ്ട് നിർദ്ദേശിക്കുന്നത് ഇൻവെസ്റ്റ്മെൻറ്റും സേവിങ്ങും ഒന്നാണെന്നുള്ള കാര്യമാണ്. ഷോവിങ് ബാലൻസ് ഇൻ ദി ഗുഡ്സ് മാർക്കറ്റ്, ദ ഇക്വേഷൻ ഫോർ ദിസ് ബാലൻസ് ഈസ്. അപ്പോൾ ഇവിടെ നമ്മൾ IS കർവ് എന്ന് പറയുന്നത് സ്കെഡ്യൂൾ ചെയ്യുന്നത് ഇക്വിലിബ്രിയമാണ്, അതായത് പ്രൊഡക്റ്റ് മാർക്കറ്റിൻ്റെ ഒരു ഇക്വിലിബ്രിയമാണ് ഇവിടെ കാണിക്കുന്നത്. കോമ്പിനേഷൻ ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ്, അതായത് ഇവിടെ എന്താണ് ഇൻട്രസ്റ്റ് റേറ്റിനെ കുറിച്ചിട്ടും ഇൻകം ലെവലിനെ കുറിച്ചിട്ടും പറയുന്നുണ്ട്. സേവിങ്ങും ഇൻവെസ്റ്റ്മെൻറ്റും ഈക്വലി ആവുന്നത് എപ്പോഴാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ എക്കോണമി എന്ന് പറയുന്നത് ഇക്വിലിബ്രിയത്തിലാവുന്നു. സോ ഇവിടെ ഒരു ഡെറിവേഷൻ ഓഫ് IS കർവ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഇക്വേഷൻ പറയുന്നത് എന്താണ്, y = C + I. അപ്പോൾ y = C + I എന്ന് പറയുമ്പോൾ y എന്താണ്, നാഷണൽ ഇൻകം ആണ്. C എന്താണ്, ഡൊമസ്റ്റിക് സ്പെൻഡിങ് ആണ്. I എന്താണ്, ഡൊമസ്റ്റിക് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഇവിടെ വരുന്ന എന്താണ്, y = C + I എന്നുള്ള രീതിയിൽ, അതായത് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്, അതായത് ഈ ഒരു ബാലൻസിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് y = C + I ആണ്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഹിയർ ആർ സം അസംഷൻസ് അബൌട്ട് ഹൗ ദ പ്രൊഡക്റ്റ് മാർക്കറ്റ് വർക്ക്. അപ്പോൾ എങ്ങനെയാണ് പ്രൊഡക്റ്റ് മാർക്കറ്റ് വർക്ക് ചെയ്യുന്നത് എന്നതിനുള്ള കുറച്ച് അസംഷനെ കുറിച്ച് പറയുന്നുണ്ട്. സ്പെൻഡിങ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ഹൗ മച്ച് പീപ്പിൾ മേക്ക്. അതായത് സ്പെൻഡിങ് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ ചിലവഴിക്കാൻ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മളത് ഏൺ ചെയ്യണമല്ലോ, അതാണ് പറയുന്നത്. സ്പെൻഡിങ് എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് ഓൺ ഹൗ മച്ച് പീപ്പിൾ മേക്ക്. അതാണ് C = C of Y. സോ നമ്മളിവിടെ അസ്യൂം ചെയ്യുന്നത് എന്താണ്, ഈ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നതും, അതായത് കൺസംഷൻ ഈസ് എ ഫങ്ഷൻ ഓഫ് ഇൻകം എലോൺ എന്നുള്ളതാണ്. അപ്പോൾ അസംഷൻസ് എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് മാർക്കറ്റിൽ എങ്ങനെ വരുന്നു വെച്ച് കഴിഞ്ഞാൽ കൺസംഷൻ ഫംഗ്ഷനാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. അതായത് സ്പെൻഡിങ് ഡിപ്പെൻഡ്സ് ഓൺ ഹൗ മച്ച് പീപ്പിൾ മേക്ക് എന്നുള്ളൊരു കാര്യം എന്താണ്, കൺസംഷൻ ഫംഗ്ഷനാണ്. അതായത് നമ്മൾ എത്രത്തോളം സ്പെൻഡ് ചെയ്യുന്നു, അതായത് C = CY. അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ഫംഗ്ഷൻ എന്താണ്, I ആണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് = IR എന്നുള്ള രീതിയിൽ. ഇനി ഇതിൻ്റെ ഇക്വിലിബ്രിയം കണ്ടീഷൻസിലേക്ക് വരുമ്പോൾ y that = C of Y + IR. അപ്പോൾ ഇവിടെ കൺസംഷൻ ഫംഗ്ഷനും വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ഫംഗ്ഷനും വന്നിട്ടുണ്ട്. y എന്ന് പറയുന്നത് എന്താണ് നമ്മൾ പറഞ്ഞത്, നാഷണൽ ഇൻകം. അപ്പോൾ നാഷണൽ ഇൻകം = C of Y എന്ന് പറയുന്നത് കൺസംഷൻ ഫംഗ്ഷൻ പ്ലസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫംഗ്ഷൻ ആണ് എന്നുള്ള രീതിയിലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. IS കർവിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ R എന്ന് പറയുന്നത് ഫോൾ ചെയ്യാണ്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് ഫോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ I എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യുന്നു. I ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ y എന്ന് പറയുന്നത് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. അതുപോലെ തന്നെ ത്രൂ ദി മൾട്ടിപ്ലയർ y ഹാസ് ടു ഇൻക്രീസ്, അതായത് അവിടെ y കൂടി ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഒരു സേവിങ് അവിടെ ജനറേറ്റ് ചെയ്യപ്പെടുന്നു, ഒരു ന്യൂ ലെവൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ വൈയും അവിടെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഒരു ആറും വൈയും തമ്മിൽ, അതായത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും നമ്മുടെ വൈ എന്ന് പറയുന്ന നാഷണൽ ഇൻകമാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അതും തമ്മിലൊരു ഇൻവേഴ്സ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലാണെന്നാണ് പറയുന്നത്. ഇനി ഡെറിവേഷൻ ഓഫ് ദിസ് IS കർവിൻ്റെ ഡെറിവേഷനെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഒരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. ആ ഡയഗ്രത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. സോ ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെയും അതുപോലെ തന്നെ ഇപ്പുറത്തുള്ള റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് ഡയഗ്രത്തിൽ കാണിക്കുന്നത്. അതിൽ A എന്ന് പറയുന്ന ഡയഗ്രത്തെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇൻ ദി ഫിഗർ പാർട്ട് A എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഷോ ചെയ്യുന്നത്, വിച്ച് ഗോസ് ഡൗൺ വെൻ ഇൻട്രസ്റ്റ് റേറ്റ് ഗോ അപ്പ്. അതായത് നമ്മുടെ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് കുറയുമ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്നു. ഇപ്പോൾ ലോവർ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് എന്താണ്, അവിടെ മോർ ആൻഡ് മോർ, അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് അവിടെ ഉണ്ട് എന്നാണ് അർത്ഥം. അതായത് ഇൻട്രസ്റ്റ് റേറ്റ് കുറയുന്നതിനനുസരിച്ചിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുന്നു. ഈ ഫിഗറിൽ
നമ്മുടെ I കാണിക്കുന്നതും I1 കാണിക്കുന്നതും ശ്രദ്ധിക്കുക. അതുപോലെ R കാണിക്കുന്നതും R1 കാണിക്കുന്നതും ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ R എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൻ്റെ ആക്സിസിൽ R, അതായത് R എന്ന് പറയുന്ന ഒരു റേറ്റ് ആയിട്ട് എടുക്കുക. ഇപ്പോൾ ഒരു ഏതെങ്കിലും ഒരു എമൗണ്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റ് I ആണെന്നുണ്ടെങ്കിൽ R1ലേക്ക് വരുമ്പോൾ അവിടെ I1 ആയിട്ട് മാറുന്നു. അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് അവിടെ കുറയാണ്. R1 കൂടുമ്പോൾ, അതായത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് കുറയുന്നതായിട്ടാണ് ഫസ്റ്റത്തെ A എന്ന് പറയുന്ന ആ ഫിഗറിൽ കാണിക്കുന്നത്. ഇനി B എന്ന ഫിഗറിലേക്ക് പോകുമ്പോൾ അവിടെ 45 ഡിഗ്രിയിൽ ഒരു സ്ട്രൈറ്റ് ലൈൻ വരച്ചിട്ടുണ്ട്. നമ്മുടെ സേവിങ്സ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റിന് തുല്യമാകുന്നു, അതാണ് ഈ ഒരു ലൈൻ കാണിക്കുന്നത്. ഇത് S=I എന്നുള്ള രീതിയിലാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ സേവിങ്സ് = ഇൻവെസ്റ്റ്മെൻറ്റ്. ഓക്കെ, Y ആക്സിസിൽ സേവിങ്സ് കാണിക്കുന്നുണ്ട്, X ആക്സിസിൽ ഇൻവെസ്റ്റ്മെൻറ്റും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ S1 എന്ന് പറയുമ്പോൾ അത് I1 ആണ്, അതുപോലെ തന്നെ S എന്ന് പറയുമ്പോൾ അത് I ആയിട്ട് വരുന്നുണ്ട്. അതായത് അത് ഈക്വൽ ആണ്. S=I. സേവിങ്സ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റിന് ഈക്വൽ ആണെന്നുള്ള രീതിയിലാണ് ഇവിടെ കാണിക്കുന്നത്. അതിനെ അടുത്തതിലേക്ക് പോവാം, അതായത് C എന്ന് പറയുന്നതിലേക്ക് പോവാം. ഇവിടെ പാർട്ട് Cയിൽ എന്ന് പറയുന്നത് നമ്മുടെ സേവിങ്സിനെയാണ് കാണിക്കുന്നത്. സേവിങ്സിനെ കാണിക്കുന്ന സമയത്ത് നമ്മുടെ വരുമാനം വർദ്ധിക്കുന്നതിനെ കുറിച്ചിട്ടാണ് ഇതിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇൻകം വർദ്ധിക്കുന്നതിനനുസരിച്ചിട്ട് സേവിങ്സും ഇൻക്രീസ് ആവും എന്നതാണ് ഇതിൽ പറയുന്നത്. ഇനി പാർട്ട് 4ലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, അതായത് 4ലേക്ക് വരുമ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ട് D, ഈ എല്ലാ ഭാഗങ്ങളും കൂടി കൂട്ടി യോജിപ്പിച്ചിട്ട് അവിടെ ഒരു കേർവ് കൊണ്ടുവരികയാണ്. അതാണ് IS കേർവ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ പാർട്ട് Aയിലുണ്ടാവുന്ന റേറ്റും, അതായത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റും, അതായത് Iയും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പാർട്ട് Bയിലുണ്ടാവുന്ന ആ ഒരു സേവിങ്സും പാർട്ട് Cയിലുണ്ടാവുന്ന ഇൻകവും ഒക്കെ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, ഇതിനകത്തേക്ക് ആഡ് ചെയ്യാണ്. എന്നിട്ട് ടോട്ടലായിട്ട് നമ്മൾ കാണുന്നത് എന്താണ്, പാർട്ട് D combines all these parts to make IS curve. For example, interest rate in R, part A, and the investment I, the savings in part B, in the income in part C, and must all be equal to investment. അപ്പോൾ ഇതെല്ലാം കൂടി ഈക്വൽ ടു ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിലാണ് നമ്മൾ D എന്ന സെക്ഷനിൽ കാണുന്നത്. അപ്പോൾ ടോട്ടലായിട്ട് നമ്മൾ IS കർവ് എങ്ങനെ വരുന്നു എന്ന് പറഞ്ഞു. ISൽ ഇൻവെസ്റ്റ്മെൻറ്റും സേവിങ്ങാന്ന് നമുക്ക് മനസ്സിലായി. അതുപോലെ തന്നെ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു സേവിങ്സ് എന്ന് നമുക്ക് മനസ്സിലായി. ഇതെങ്ങനെ വരുന്നു, ഇൻവെസ്റ്റ്മെൻറ്റ് ഫംഗ്ഷനെ കുറിച്ചിട്ടും സേവിങ് ഫംഗ്ഷനെ കുറിച്ചിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിനുശേഷം ഒരു IS കർവ് നമ്മൾ കൊണ്ടുവന്നു. സോ നമ്മൾ അടുത്ത് നോക്കാൻ വേണ്ടി പോകുന്നത് ഷിഫ്റ്റ് ഇൻ ദി IS കർവിനെ കുറിച്ചിട്ടാണ്. IS കർവിലുള്ള ഷിഫ്റ്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ഈ ഒരു ഷിഫ്റ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള ഘടകങ്ങൾ ഈ ഒരു ISൻ്റെ കർവിൽ മാറ്റങ്ങൾ സംഭവിപ്പിക്കുന്നു. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ, മുൻപ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത പോലെ തന്നെ IS കർവിൽ പലതരത്തിലുള്ള ഡിഫറൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ കുറേ ഡയഗ്രാംസിലൂടെ പറഞ്ഞു. അപ്പോൾ ഈ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഘടകങ്ങൾ കാരണം IS കർവിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഷിഫ്റ്റ് ഇൻ ദി IS കർവ് എന്ന് പറയുന്ന കാര്യം നോക്കാൻ വേണ്ടി പോകുന്നത്. സോ ആ ഘടകങ്ങളെ നമുക്ക് 6 ആയിട്ട് പറയാം. ഇപ്പോൾ ടാക്സസ്, ഗവൺമെൻറ് സ്പെൻഡിങ്സ്, ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആവട്ടെ, എക്സ്പോർട്ട്സ് ആൻഡ് ഇമ്പോർട്ട്സ് ആവട്ടെ, ഓട്ടോണോമസ് ആയിട്ടുള്ള ചേഞ്ചസ് ആവട്ടെ, ഡിപ്രീസിയേഷനും ഡിവാലുവേഷനും ഒക്കെ തന്നെ ആവട്ടെ. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ടാക്സസ് ആണ്. വെൻ ടാക്സസ് ഗോ അപ്പ്, അതായത് ടാക്സസ് കൂടുകയാണെന്നുണ്ടെങ്കിൽ ദ IS കർവ് മൂവ് ലെഫ്റ്റ് സൈഡിലേക്കാണ് IS കർവ് ഷിഫ്റ്റ് ചെയ്യുക. That means less saving and lower national income to keep the market balanced. അതായത് ലെസ് സേവിങ്ങും ലോവർ ആയിട്ടുള്ള ഒരു നാഷണൽ ഇൻകം എന്ന് പറയുന്നത് മാർക്കറ്റിനെ ബാലൻസ്ഡ് ആയിട്ട് നിർത്തുമെന്നാണ് ഈ ഒരു കാര്യം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ഇഫ് ടാക്സസ് ഡിക്രീസ്, അതായത് ടാക്സുകൾ കുറയാണെന്നുണ്ടെങ്കിൽ IS കർവ് എന്ന് പറയുന്നത് റൈറ്റിലേക്ക് മൂവ് ചെയ്യും. ദർ ആർ മോർ സേവിങ്സ്, അതായത് കൂടുതൽ സേവിങ്സ് കൂടുകയും ഹയർ ആയിട്ടുള്ള നാഷണൽ ഇൻകം എന്ന് പറയുന്നത് നീഡഡ് ഫോർ ബാലൻസ്. അപ്പോൾ ഹയർ ആയിട്ടുള്ള ഒരു നാഷണൽ ഇൻകം ഉണ്ടാവും, അവിടെ ഒരു ബാലൻസ് ഉണ്ടാവും എന്നാണ് ഇതിൽ പറയുന്നത്. ഇനി ഗവൺമെൻറ് സ്പെൻഡിങ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇഫ് ദ ഗവൺമെൻറ് സ്പെൻഡിങ്സ് എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ഗവൺമെൻറ് സ്പെൻഡിങ്സ് എന്നാണ് സർക്കാരിൻ്റെ ചിലവുകൾ അല്ലേ. അപ്പോൾ ഗവൺമെൻറ് സ്പെൻഡ്സ് മോർ, ദ IS കർവ്സ് മൂവ്സ് റൈറ്റ്. അതായത് ഗവൺമെൻറ്റിൽ ഉണ്ടാവുന്ന സർക്കാരിൻ്റെ ചിലവുകൾ എന്ന് പറയുന്നത് കൂടുകയാണെന്നുണ്ടെങ്കിൽ IS കർവ് എന്ത് ചെയ്യും, റൈറ്റിലേക്ക് മൂവ് ചെയ്യും. ദിസ് റീക്വയേഴ്സ് ഹയർ നാഷണൽ ഇൻകം ടു മാച്ച് ദ ന്യൂ സ്പെൻഡിങ്. സോ ഇവിടെ ആവശ്യമെന്ന് പറയുന്നത്, നമ്മൾ പറഞ്ഞു IS കർവ് വളരെ വലത്തോട്ട് നീങ്ങുകയാണെന്നുണ്ടെങ്കിൽ പുതിയ ചെലവുകളുമായിട്ട് പൊരുത്തപ്പെടാൻ വേണ്ടിയിട്ട് അവിടെ എന്ത് വേണം, ദേശീയ വരുമാനം, അതായത് നാഷണൽ ഇൻകം എന്ന് പറയുന്നത് ഉയർന്ന രീതിയിൽ ആവശ്യമാണ് എന്നാണ് ഇതിൽ പറയുന്നത്. സോ അവിടെ ഗവൺമെൻറ്റിൻ്റെ സ്പെൻഡിങ്സ് കുറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, കുറഞ്ഞ ആ ഒരു ചെലവുമായിട്ട് പൊരുത്തപ്പെടാൻ നാഷണൽ ഇൻകം എന്ന് പറയുന്നത് കുറയേണ്ടതിനാൽ IS കർവ് എന്ത് ചെയ്യുന്നുണ്ട്, ലെഫ്റ്റ് സൈഡിലേക്ക് നീങ്ങുമെന്നാണ് പറയുന്നത്. സോ ഗവൺമെൻറ് സ്പെൻഡിങ്സ് കൂടുന്നതിന് സമയത്ത്
റൈറ്റിലേക്കും, ഗവൺമെൻറ് സ്പെൻഡീസ് കുറയുന്ന സമയത്ത് ലെഫ്റ്റിലേക്കും IS കർവിന് മാറ്റമുണ്ടാവുന്നു. ഇനി അടുത്തെന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഇൻവെസ്റ്റ്മെൻറ്റ് എക്കോണമിയിലേക്ക് വരുന്ന സമയത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കൂടുകയാണെന്ന് വിചാരിക്കുക. ഇഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഗോസ് അപ്പ് ഇൻഡിപെൻഡൻ്റ്ലി ദ IS കർവ് മൂവ്സ് റൈറ്റ്. അപ്പോൾ റൈറ്റ് സൈഡിലേക്ക് എന്ത് ചെയ്യും? IS കർവ് നീങ്ങുന്നു. ദിസ് നീഡ്സ് ഹയർ നാഷണൽ ഇൻകം ടു മാച്ച് ദ ഇൻക്രീസ്ഡ് സേവിങ്. അപ്പോൾ അവിടെ നാഷണൽ ഇൻകം എന്ന് ഇൻക്രീസ് ആയിക്കഴിഞ്ഞാലാണ് ഈ ഒരു ഇൻക്രീസ് ആയിട്ടുള്ള സേവിങ്ങുമായിട്ട് മാച്ച് ആവുള്ളൂ. അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് കുറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്? IS കർവ് എന്ത് ചെയ്യും? ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുമെന്നും, ബിക്കോസ് നാഷണൽ ഇൻകം എന്ന് പറയുന്നത് വീണ്ടും ഡിക്രീസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ എന്താണ്? എന്നാൽ മാത്രമാണ് അവിടെ ഒരു ബാലൻസ് ഉണ്ടാവുള്ളൂ മാർക്കറ്റിൽ. അതിനെക്കുറിച്ചിട്ടാണ് ഇൻവെസ്റ്റ്മെൻറ്റും IS കർവും തമ്മിലുള്ള റിലേഷനെ കുറിച്ച് പറയുന്നത്. അടുത്തത് എക്സ്പോർട്ട്സ് ആൻഡ് ഇമ്പോർട്ട്സ് ആണ്. അതായത് കയറ്റുമതിയും ഇറക്കുമതിയും എങ്ങനെ IS കർവിനെ സ്വാധീനിക്കുന്നു. സോ ദ IS കർവ് മൂവ്സ് റൈറ്റ്സ്. അതായത് എക്സ്പോർട്ട് എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യാണ്, റൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ IS കർവ് റൈറ്റിലേക്ക് മൂവ് ചെയ്യും. അവിടെ നാഷണൽ ഇൻകം എന്ന് പറയുന്നത് കൂടുതലായിട്ട് ആവശ്യമുള്ളത് കൊണ്ട് ടു മാച്ച് ദ ഇൻക്രീസ് ഇമ്പോർട്ട്സ്. അതായത് ഇമ്പോർട്ട്സും ഇപ്പോൾ എക്സ്പോർട്ട്സ് കൂടുന്നതിനനുസരിച്ചിട്ട് ഇമ്പോർട്ട്സും കൂടും. അപ്പോൾ അതൊന്നും എന്താണ്? നാഷണൽ ഇൻകം എന്ന് പറയുന്നത് ഇമ്പോർട്ട്സ് കൂട്ടാൻ വേണ്ടിയിട്ടും ഇൻക്രീസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുപോലെ എക്സ്പോർട്ട്സ് എന്ന് പറയുന്നത് ഫെയിൽ ചെയ്യുകയാണെങ്കിൽ, ഫോൾ ആവുകയാണെന്നുണ്ടെങ്കിൽ IS കർവ് എന്ന് പറയുന്നത് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യും. അവിടെ എന്ന് പറയുന്നത് ലോവർ നാഷണൽ ഇൻകം ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്? അപ്പോൾ ഡിക്രീസ് ആയിട്ടുള്ള ഇമ്പോർട്ട്സിന് വേണ്ടിയിട്ട്. അപ്പോൾ അതും തമ്മിലൊരു കണക്ഷൻ വരുന്നു. ഇനി ഓട്ടോണോമസ് ആയിട്ടുള്ള ചേഞ്ചസ് ഇൻ സേവിങ്സ് ആൻഡ് ഇമ്പോർട്ട്സിനെ കുറിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ, ഇഫ് ദർ ആർ ഇൻഡിപെൻഡൻറ്റ് ഡിക്രീസ് ഇൻ സേവിങ്സ് ഓർ ഇമ്പോർട്ട്സ് ദ IS കർവ്സ് മൂവ് റൈറ്റ്സ്. അതായത് സേവിങ്സിലും അല്ലെങ്കിൽ ഇമ്പോർട്ട്സിലും ഒക്കെ തന്നെ ഡിക്രീസ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ IS കർവ് റൈറ്റിലേക്ക് മൂവ് ചെയ്യും. ടു ഹയർ ഇൻകം ടു ഇൻഡ്യൂസ് മോർ സേവിങ്സ് ആൻഡ് ഇമ്പോർട്ട്സ് ഫോർ മാർക്കറ്റ് ബാലൻസ്. അതായത് നമ്മുടെ ഈ സമ്പാദ്യത്തിലും ഇറക്കുമതിയിലും നമ്മുടെ മാറ്റങ്ങൾ വരുന്നതിനനുസരിച്ച്, അതായത് ഇപ്പോൾ ഏത് തരത്തിലുള്ള മാറ്റങ്ങൾ വരുമ്പോഴും ഒരു തരത്തിൽ നമ്മുടെ മാർക്കറ്റിൻ്റെ ബാലൻസിന് വേണ്ടിയിട്ട് സേവിങ്സും ഇമ്പോർട്ട്സും എന്ത് ചെയ്യാണ്? ഉയർന്ന തരത്തിലുള്ള ഒരു നാഷണൽ ഇൻകത്തിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നാണ് അതിൽ പറയുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ സേവിങ്സും ഇമ്പോർട്ട്സിലും ഓട്ടോണോമസ് ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാകുമ്പോൾ അവിടെ ഒരു മാർക്കറ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ എന്ത് വേണം? ഇൻകം എന്ന് പറഞ്ഞാൽ ഹയർ ആയിട്ടുള്ള ഒരു ഇൻകം വേണം ടു ഇൻഡ്യൂസ് മോർ സേവിങ്സ് ആൻഡ് ഇമ്പോർട്ട്സ്. ഇനി ഡിപ്രീസിയേഷൻ ആൻഡ് ഡിവാലുവേഷനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, ഡിവാലുവേഷൻ എന്ന് പറയുന്നത് നമ്മുടെ വാല്യൂ കുറയുക. അപ്പോൾ കറൻസിയുടെ ഒക്കെ വാല്യൂ കുറയുന്നത് നമ്മൾ ഡിവാലുവേഷൻ എന്നാണ് പറയുക. അതുപോലെ തന്നെ ഡിവാലുവേഷൻ, അതായത് മൂല്യ തകർച്ച ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ IS കർവ് എന്ന് പറയുന്നത് റൈറ്റ് സൈഡിലേക്ക് നീങ്ങുകയും ഇതെന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഇമ്പോർട്ട്സ് കുറയ്ക്കുകയും എക്സ്പോർട്ട്സ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. സോ നമ്മുടെ മാർക്കറ്റ് എന്ന് പറയുന്നത് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് അവിടെ എന്താണ്? ഉയർന്ന തരത്തിലുള്ള ഒരു വരുമാനം ആവശ്യമാണ്. എന്നാലാണ് നമ്മുടെ മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു ബാലൻസിൽ ആവുകയുള്ളൂ. സോ ഇവിടെ എന്ന് പറയുന്നത് ഇറക്കുമതി എന്ന് പറയുന്നത്, അതായത് ഇമ്പോർട്ടിങ് എന്ന് പറയുന്നത് കുറയ്ക്കുകയും നമ്മുടെ എക്സ്പോർട്ടിങ് എന്ന് പറയുന്നത് വർദ്ധിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഒരു ഇക്കോണമി എന്ന് പറയുന്നത് ബാലൻസ്ഡ് ആയിട്ട് നിൽക്കണമെന്നും അതിന് വേണ്ടിയിട്ടൊരു ഹയർ ആയിട്ടുള്ള ഇൻകം അവിടെ ആവശ്യമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഷിഫ്റ്റ് ഇൻ ദി IS കർവിൽ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഘടകങ്ങളെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ ഓരോന്നിലും മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ IS കർവ് ഇടത്തോട്ടും വലത്തോട്ടുമായിട്ടുള്ള ചെറിയ രീതിയിലുള്ള വേരിയേഷൻസ് ഉണ്ടായിരിക്കും. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മണി മാർക്കറ്റ് ഇക്വിലിബ്രിയം യൂസിങ് LM കർവിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ LM കർവിൽ മണി മാർക്കറ്റ് ഇക്വിലിബ്രിയം എങ്ങനെയാണ് വരുന്നത്? അപ്പോൾ മണി മാർക്കറ്റ് ഇക്വിലിബ്രിയം യൂസിങ് LM കർവിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. സോ ദ മണി മാർക്കറ്റ് റീച്ചസ് ഇക്വിലിബ്രിയം വെൻ ദ ഡിമാൻഡ് ഫോർ മണി ഈക്വൽസ് ടു സപ്ലൈ ഓഫ് മണി. അതായത് ഒരു മണി മാർക്കറ്റിൽ ആ ഒരു മണി മാർക്കറ്റ് എന്ന് പറയുന്നത് ഇക്വിലിബ്രിയത്തിൽ, സന്തുലിതാവസ്ഥയിൽ എത്തുന്നത് അവിടുത്തെ ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത് സപ്ലൈ ഓഫ് മണിക്ക് ഈക്വൽ ആവുന്ന സമയത്താണ്. സോ LM കർവ് എന്ന് പറയുന്നത് ഇവിടെ ഇല്ലുസ്ട്രേറ്റ് ചെയ്യുന്നത് എന്താണ്? ഡിഫറെൻറ്റ് ഇൻകം ആൻഡ് ഇൻട്രസ്റ്റ് റേറ്റ്സ് കോമ്പിനേഷൻസ് വേർ മണി ഡിമാൻഡ് മാച്ചസ് മണി സപ്ലൈ. അതായത് ഇവിടെ LM കർവിൽ L എന്നുകൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള കോമ്പിനേഷൻസിലാണ്. അതായത് ഇൻട്രസ്റ്റ് റേറ്റിൻ്റെയും ഇൻകത്തിൻ്റെയും കോമ്പിനേഷൻസ് എന്ന് പറയുന്നത് അവിടെ മണി ഡിമാൻഡഡ് ആയിട്ടും അതുപോലെ മണി സപ്ലൈ എന്ന് പറയുന്നത് എമ്മുമായിട്ടാണ് അവിടെ സൂചിപ്പിക്കുന്നത്. സോ ദ LM കർവ് എന്ന് പറയുന്നത് സിംപലൈസ് ദ ബാലൻസ് ഇൻ ദി മണി മാർക്കറ്റ്. അപ്പോൾ LM കർവ് എന്ന് പറയുന്നത് സിംബലൈസ് ചെയ്യുന്നത്, അത് എന്താണ് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മണി മാർക്കറ്റിൽ ഉണ്ടാവുന്ന ബാലൻസിനെ കുറിച്ചിട്ടാണ്. സോ അക്കോർഡിംഗ് ടു കെയ്നീഷ്യൻ തിയറി പറയുന്നതനുസരിച്ച് ദ ഡിമാൻഡ് ഫോർ മണി ഹാസ് 2 പാർട്സ്. ഇതിന് 2 പാർട്ടുകളാണുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ട്രാൻസാക്ഷണൽ പാർട്ടും വിച്ച് ഡിപ്പെൻഡ്സ് ഡയറക്ട്ലി ഓൺ
ഇൻകം, അതായത് MT ഈക്വൽ ടു MTY എന്ന് പറയുന്ന ഒരു സംഭവം. അതായത് നമ്മുടെ ട്രാൻസാക്ഷണൽ ഡിമാൻഡ് എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി ഓൺ ഇൻകത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒന്നാണ്. അതായത് ഡിമാൻഡ് ഫോർ മണിക്ക് വേണ്ടിയിട്ടുള്ള രണ്ട് പാർട്സ് ആണ് നമ്മൾ പറഞ്ഞത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ട്രാൻസാക്ഷണൽ ഡിമാൻഡ് ആണ്, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് സ്പെക്യുലേറ്റീവ് ഡിമാൻഡ് ആണ്. സോ വിച്ച് ഇൻവേഴ്സ്ലി റിലേറ്റഡ് ടു ദ ഇൻട്രസ്റ്റ് റേറ്റ്, അതായത് MSP ഈസ് ഈക്വൽ ടു FR എന്നുള്ളത്. സോ ഈ ഒരു ട്രാൻസാക്ഷണൽ ഡിമാൻഡും സ്പെക്യുലേറ്റീവ് ഡിമാൻഡും എന്താണെന്ന് നോക്കണ്ടേ. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ട്രാൻസാക്ഷണൽ ഡിമാൻഡ് എന്ന് പറയുന്നത് ദ മണീസ് ദി നീഡ് ഫോർ മണി ടു ബൈ തിങ്സ് ആൻഡ് കവർ ഡെയിലി എക്സ്പെൻസസ്. അതായത് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാനും അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി എക്സ്പെൻസസ് ഒക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒന്നാണ് ട്രാൻസാക്ഷണൽ ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത്. സ്പെക്യുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത് നമ്മൾ ഹോൾഡ് ചെയ്യാണ് മണി ടു പൊട്ടൻഷ്യലി ഗെയിൻ ഫ്രം ഫ്യൂച്ചർ ചേഞ്ചസ് ഇൻ അസറ്റ് വാല്യൂസ് ലൈക്ക് സ്റ്റോക്ക്, പ്രോപ്പർട്ടി, അതിലൊക്കെ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്കൊരു ഗെയിൻ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ മണി ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പൊട്ടൻഷ്യലി ഗെയിൻ ഫ്രം ഫ്യൂച്ചർ ചേഞ്ചസ് ഇൻ അസറ്റ് വാല്യൂസ് എന്നാണ് സ്പെക്യുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണീനെ പറയുന്നത്. സോ ഇവിടെയും ഇത് തന്നെയാണ് പറയുന്നത്. സോ transactional demand which depends directly income and speculative demand which inversely related to interest rate. The total demand for money is the sum of these parts, that is M equal to MT plus MSP equal to F of Y R. The supply of money is set externally and is represented by MS equal to MA. So equilibrium in the money market occurs when the demand for money equals to supply. സോ ഇവിടെ ടോട്ടലായിട്ട് പറഞ്ഞു വയ്ക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ MS ഈക്വൽ ടു MA എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത് MT ഈക്വൽ ടു Y of Rനെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി സപ്ലൈ ഓഫ് മണീനെ കുറിച്ചിട്ട് MS ഈക്വൽ ടു MA എന്ന് നമ്മൾ പറഞ്ഞു. അവിടുത്തെ ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്ന് പറയുന്നത് MD ഈക്വൽ ടു MS ആണ്. അപ്പോൾ ഇവിടെ നമ്മുടെ മാർക്കറ്റ് ഒക്കേഴ്സ് ഡിമാൻഡ് ഫോർ മണി ഈക്വൽസ് ടു ദി സപ്ലൈ എന്ന് പറയുന്നത് MD ഈക്വൽ ടു MS ആണ്. അപ്പോൾ ഈ MS എന്താണ്? സപ്ലൈ ഓഫ് മണിയാണ്. MD എന്താണ്? ഡിമാൻഡ് ഫോർ മണിയാണ്. അപ്പോൾ ഡിമാൻഡ് ഫോർ മണി ദാറ്റ് ഈസ് ഈക്വൽ ടു സപ്ലൈ ഓഫ് മണി എന്നാണ് ഇതിൽ ടോട്ടലായിട്ട് ഇങ്ങനെ പറയുന്നത്. ഇനി ഡെറിവേഷൻ ഓഫ് ദി LM കർവ്, ഈ LM കർവിൻ്റെ ഡെറിവേഷനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. സോ ഈ ഒരു LM കർവ് എന്ന് പറയുന്നത് ഫോം ചെയ്യുന്നത് ഏത് ബാലൻസിൽ വെച്ചിട്ടാണ്? നമ്മുടെ ഡിമാൻഡ് ഫോർ മണിയും സപ്ലൈ ഓഫ് മണിയും തമ്മിലുള്ളതാണ്. സോ ഇവിടെ ഒരു 4 പാർട്സ് ആയിട്ടാണ് നമ്മുടെ ഡയഗ്രം കൊടുത്തിരിക്കുന്നത്. ഡയഗ്രത്തിൻ്റെ പാർട്ടിൽ സ്പെക്യുലേറ്റീവ് ഡിമാൻഡ് എന്ന് പറഞ്ഞിട്ടും അതുപോലെ തന്നെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്നുള്ള രീതിയിലാണ് XY, അതായത് X ആക്സിസും Y ആക്സിസും കാണിക്കുന്നത്. ഇവിടെ MSഉം MDയും കാണിക്കുന്നുണ്ട്. അതായത് MS എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ സപ്ലൈ ഓഫ് മണിയാണ്. MSP എന്ന് പറയുന്നത് എന്താണ്? സ്പെക്യുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി. അതെന്താണ്? നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് എന്നുള്ള ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് ആയിട്ടുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പോൾ MSP എന്ന് പറയുന്നത് സ്പെക്യുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി ഈസ് ആൻ ഇൻവേഴ്സ് ഫംഗ്ഷൻ ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ് അലോൺ എന്നാണ്. അതുപോലെ തന്നെ നമ്മുടെ ടോട്ടലായിട്ട് MTനെ കുറിച്ച് പറയുന്നുണ്ട്. MT എന്ന് പറയുന്നത് ഡയറക്റ്റ് ഫംഗ്ഷൻ ഓഫ് ഇൻകം ലെവൽ അലോൺ ആണ്. അതായത് നമ്മളിപ്പോൾ 2 ട്രാൻസാക്ഷൻസ് ഡിമാൻഡിനെ കുറിച്ചിട്ടും അതുപോലെ സ്പെക്യുലേറ്റീവ് ഡിമാൻഡിനെ കുറിച്ചും പറഞ്ഞല്ലോ. അപ്പോൾ ഈ ട്രാൻസാക്ഷൻ ഡിമാൻഡ് ആണ് ഇവിടെ MT എന്നുള്ള രീതിയിൽ യൂസ് ചെയ്യുന്നത്. സ്പെക്യുലേറ്റീവ് ഡിമാൻഡിനാണ് നമ്മൾ MSP എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. MD എന്ന് പറയുന്നത് ഡിമാൻഡ് ഫോർ മണിയാണ്. MS എന്ന് പറയുന്നത് സപ്ലൈ ഓഫ് മണിയാണ്. അപ്പോൾ ഇത് മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഓരോ ഡയഗ്രത്തിലും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ A എന്ന് പറയുന്ന ഡയഗ്രത്തിനകത്ത് X ആക്സിസിൽ സ്പെക്യുലേറ്റീവ് ഡിമാൻഡ് ഉണ്ട്, Y ആക്സിസിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ ഈ ഒരു MSൽ ഉണ്ടാവുന്ന ചേഞ്ചസ്, അതായത് MS എന്ന് പറയുന്നത് നമ്മുടെ സപ്ലൈ ഓഫ് മണിയിലാണ്. സപ്ലൈ ഓഫ് മണിയിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ എന്തൊക്കെ വ്യത്യാസങ്ങൾ വരുത്തുമ്പോൾ ആണ് വ്യത്യാസങ്ങൾ വരുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ പാർട്ട് A ഷോസ് സ്പെക്യുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി വിച്ച് ഡിക്രീസസ് ആസ് എ ഇൻട്രസ്റ്റ് റേറ്റ് ഗോ അപ്പ്. അതായത് സ്പെക്യുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് കൂടിക്കൊണ്ടിരിക്കുന്നു. ദിസ് മീൻസ് പീപ്പിൾ വാണ്ട് ലെസ് മണി ഫോർ സ്പെക്യുലേറ്റീവ് പർപ്പസ് വെൻ ഇൻട്രസ്റ്റ് റേറ്റ്സ് ആർ ഹൈ. അതായത് ഈ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കുന്ന സമയത്ത് സ്പെക്യുലേറ്റീവ് ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ സ്പെക്യുലേറ്റീവ് പർപ്പസിന് വേണ്ട മണി എന്ന് പറയുന്നത് ആളുകൾക്ക് കുറച്ച് മതി. So this means that people want less money for speculative purpose when interest rates are high. പാർട്ട് ബിയിൽ പറയുന്നത് സ്പെക്യുലേറ്റീവ് ഡിമാൻഡാണ് X ആക്സിസിൽ വരുന്നത്. ട്രാൻസാക്ഷൻസ് ഓഫ് ഡിമാൻഡിനെ കുറിച്ചിട്ടാണ് നമ്മുടെ Y ആക്സിസിലും വരുന്നത്.
പാർട്ട് ഡി ഡിവൈഡ്സ് ദ ഫിക്സഡ് മണി സപ്ലൈ ബിറ്റ്വീൻ ട്രാൻസാക്ഷൻസ് ആൻഡ് സ്പെക്യുലേറ്റീവ് ബാലൻസസ്. അപ്പോൾ പാർട്ട് ബിയിൽ ട്രാൻസാക്ഷൻസ് ഓഫ് ഡിമാൻഡിനെയും സ്പെക്യുലേറ്റീവ് ഡിമാൻഡിനെയും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഒരു ഫിക്സഡ് മണി സപ്ലൈ എന്ന് പറയുന്നത് ഈ ട്രാൻസാക്ഷൻസും സ്പെക്യുലേറ്റീവ് ബാലൻസിൻ്റെ ഇടയിൽ എങ്ങനെ വന്നിരിക്കുന്നു എന്നാണ് ബി എന്ന് പറയുന്ന ഒരു ഫിഗറിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് എം എസും എം ടിനെ കുറിച്ച് പറയുന്നുണ്ട്, സ്പെക്യുലേറ്റീവ് ഡിമാൻഡ് എന്ന് പറയുന്നതിനെ കുറിച്ചിട്ടും ട്രാൻസാക്ഷൻസ്, അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞു രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ രണ്ടെണ്ണം ഇടയിൽ വരുന്നതിൽ ഫിക്സഡ് എന്ന് പറയുന്ന മണി സപ്ലൈ എങ്ങനെ ഡിവൈഡ് ചെയ്തു പോകുന്നു എന്നാണ് പാർട്ട് ബിക്കകത്ത് തന്നെ പറയുന്നത്. സോ ഈ ഒരു സ്പെക്യുലേറ്റീവ് ബാലൻസ് ഓഫ് MS1 എന്ന് പറയുന്നതും അതുപോലെ ടോട്ടൽ മണി സപ്ലൈ എന്ന് പറയുന്നതും ഈ ഒരു ട്രാൻസാക്ഷൻ ബാലൻസ് 1ലേക്ക് വരുമ്പോൾ MT1 ആയിട്ട് മാറുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ MS1നെയും MT1ഉം എങ്ങനെ വരുന്നു എന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ആ ഒരു ഡയഗ്രത്തിലൂടെ നോക്കാം. ഇനി മൂന്നാമത്തെ ഡയഗ്രാം സി ഡയഗ്രത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ട് സി ഷോസ് money needed for transactions at a different income levels, assuming half of income is used for transactions. So transactional demand for money increases as the income increases. അപ്പോൾ ട്രാൻസാക്ഷൻസ്, അതായത് ഇതിൽ രണ്ട് സെഷൻസിൽ, അതായത് എക്സ് ആക്സിസിൽ കൊടുക്കുന്നത് ഇൻകവും വൈ ആക്സിസിൽ കൊടുക്കുന്നത് ട്രാൻസാക്ഷൻ ഡിമാൻഡുമാണ്. അപ്പോൾ ഇൻകം ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഉണ്ടാവുന്നത് കാര്യങ്ങൾ എങ്ങനെയാണ്? സോ പാർട്ട് സിക്കകത്ത് എന്ന് പറയുന്നത് മണി എന്ന് പറയുന്നത് ട്രാൻസാക്ഷൻസിന് വേണ്ടി എത്രത്തോളം ഉപയോഗിക്കുന്നു എന്നാണ്, ഡിഫറെൻറ്റ് ഇൻകം ലെവലിൽ ഇരിക്കുമ്പോൾ. അപ്പോൾ ഒരു ഹാഫ് ഓഫ് ദി ഇൻകം എന്ന് പറയുന്നത് ട്രാൻസാക്ഷൻസിന് വേണ്ടി ഉപയോഗിക്കുകയും അപ്പോൾ ട്രാൻസാക്ഷണൽ ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇൻകവും റൈസ് ചെയ്യണം. ഇൻകവും റൈസ് ചെയ്താലാണ് ട്രാൻസാക്ഷൻസിൻ്റെ മണി എന്ന് പറയുന്നതും റൈസ് ചെയ്യുന്നുള്ളതാണ്. അതായത് വൈയും Y1 കൊടുക്കുമ്പോൾ ഇവിടെ MTയും MT1ഉം ഉണ്ടാവുന്നത്, അതായത് ആ ഒരു ഇൻക്രീസ് ഉണ്ടാവുന്നത് ഇതിലൂടെയാണ്. ഇനി അടുത്തത് പാർട്ട് ഡി, അതായത് ഫിഗർ ഡിനകത്ത് പറയുന്നത് എന്താണെന്നാണ് പറയാൻ വേണ്ടി പോകുന്നത്. ദ LM കർവ് ഷോസ് ഇൻ പാർട്ട് ഡി കണക്ട്സ് ദീസ് പാർട്സ്. അതായത് ഈ ടോട്ടൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്താണ് വരുന്നത്. അപ്പോൾ താഴത്തുള്ളതിൽ ഡി സെക്ഷനിൽ നമ്മുടെ എക്സ് ആക്സിസിൽ വരുന്നത് ഇൻകവും വൈ ആക്സിസിൽ വരുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റുമാണ്. സോ ദ LM കർവ് ഷോസ് ഇൻ പാർട്ട് ഡി കണക്ട്സ് ദീസ് പാർട്സ്. ഫോർ എക്സാമ്പിൾ, ഇഫ് ദ ഇൻട്രസ്റ്റ് റേറ്റ് ഈസ് R in the part A leading to a speculative demand for money of MS. അതായത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു? പാർട്ട് എയിൽ MS ഒരു സ്പെക്യുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത് MS ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ കോമ്പിനേഷൻസ് മൂലം എങ്ങനെയാണ് മണി മാർക്കറ്റ് ബാലൻസ്ഡ് ആയിട്ട് നിൽക്കുന്നത്? അതായത് ഇഫ് എ പോയിന്റ് ഈസ് ഓൺ ദി കർവ്, അതായത് ഒരു പോയിന്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് മീൻസ് മണി മാർക്കറ്റ് ഈസ് ഇൻ ബാലൻസ് ദർ. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഒരു പോയിന്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കർവിൽ മണി മാർക്കറ്റ് എന്ന് പറയുന്നത് ബാലൻസ്ഡ് ആയിരിക്കും. അതുപോലെ തന്നെ ഇറ്റ്സ് ഓഫ് ദി കർവിലേക്ക് ഒരു പോയിന്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മണി മാർക്കറ്റ് എന്ന് പറയുന്നത് ബാലൻസ്ഡ് ആയിരിക്കില്ല. സോ ഇൻകം എന്ന് പറയുന്നത് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ബാലൻസ് എന്ന് പറയുന്നത് വന്നുകൊണ്ടിരിക്കുന്നത്. LM കർവ് സ്ലോപ്പ് ചെയ്തിട്ട് അപ്വാർഡ്സിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇൻകം എന്ന് പറയുന്നത് ഇൻക്രീസ് ആണ്. അതായത് ഡസ് ദ ഡിമാൻഡ് ഫോർ മണി എന്നുള്ളതാണ്. നമ്മുടെ മാർക്കറ്റ് എന്ന് പറയുന്നത് ബാലൻസ്ഡ് ആയിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ ഇത് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് അവിടെ റൈസ് ചെയ്യണമെന്നും ഇൻകം എന്ന് പറയുന്നത് ഗോസ് അപ്പ് എന്നുള്ളതാണ്. അപ്പോൾ ടോട്ടലായിട്ട് ഈ ഒരു ഡി സെക്ഷനിൽ ഇതാണ്. ഇൻകം എന്ന് പറയുന്നത് ഇൻക്രീസ് ആകുമ്പോൾ നമ്മുടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും അവിടെ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു LM കർവ് സ്ലോപ്സ് അപ്വാർഡ്സ് എന്ന് പറയുമ്പോഴും ഇൻകം ഇൻക്രീസസ്. അപ്പോൾ സോ ഡസ് ദ ഡിമാൻഡ് ഫോർ മണി, അവിടെ ഡിമാൻഡ് ഫോർ മണി എന്ന് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. അപ്പോൾ ടു കീപ് ദ മാർക്കറ്റ് ബാലൻസ്ഡ് അവിടെ എന്ത് വേണം? ദ ഇൻട്രസ്റ്റ് റേറ്റ്സ് നീഡ്സ് ടു റൈസ് ആൻഡ് വെൻ ഇൻകം ഗോസ് അപ്പ്. ഇതാണ് ഡെറിവേഷൻ ഓഫ് ദ LM കർവിനകത്ത് പറയുന്നത്. സോ ടോട്ടലായിട്ട് LM കർവ് എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം കോമ്പിനേഷൻസ് ഓഫ് ഇൻകം ആൻഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് മണി മാർക്കറ്റ് ആണ്. അപ്പോൾ ഒരു മണി മാർക്കറ്റ് എന്ന് പറയുന്നത് ഇക്വിലിബ്രിയത്തിലായിരിക്കുന്നത് എനി കോമ്പിനേഷൻ ഓഫ് ഇൻകവും ഇൻട്രസ്റ്റ് റേറ്റും ഓൺ ദി LM കർവ്. LM കർവിനകത്ത് എനി കോമ്പിനേഷൻ ഓഫ് ഇൻകവും ഇൻട്രസ്റ്റ് റേറ്റും വരുമ്പോഴാണ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഷിഫ്റ്റ് ഇൻ ദി LM കർവിനെ കുറിച്ചിട്ടാണ്. സോ LM കർവിന് ഉണ്ടാവുന്ന ഷിഫ്റ്റ് എന്തൊക്കെ ഫാക്ടേഴ്സിൻ്റെ ഇൻഫ്ലുവൻസോട് കൂടിയിട്ടാണ് ഉണ്ടാവുന്നത്? സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡൊമസ്റ്റിക് മണി സപ്ലൈ, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഷിഫ്റ്റിംഗ് മണി ഡിമാൻഡ് ഫംഗ്ഷൻ, തേർഡ് വൺ ഡിപ്രീസിയേഷൻ ആൻഡ് ഡിവാലുവേഷൻ, അതുപോലെ തന്നെ അപ്രീസിയേഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു 4 പോയിൻറ്റ്സ് ആണ് നമ്മൾ ഷിഫ്റ്റ് ഇൻ ദി LM കർവിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഡൊമസ്റ്റിക് മണി സപ്ലൈ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് LM കർവ് എന്ന് പറയുന്നത് ഡൗൺവാർഡിലേക്ക് പോകുന്നു അല്ലെങ്കിൽ റൈറ്റിലേക്ക് പോകുന്നു എന്ന് പറയാം. ദിസ് ഡിക്രീസ് ഇൻ ഇൻട്രസ്റ്റ് റേറ്റ്സ്, അപ്പോൾ ഇവിടെ ഒരു ഡിക്രീസ് ആണ് ഉണ്ടാവുന്നത്.
ഇൻട്രസ്റ്റ് റേറ്റിൽ ഡിക്രീസ് ആണ് ഉണ്ടാവുന്നത്. ദാറ്റ് ലീഡ് ടു ഒരു ഹയർ ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത്. അതായത് ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഹയർ ഡിമാൻഡ് എന്ന് പറയുന്നത് കൊണ്ടുവരികയും സോ ദാറ്റ് ഈസ് റിക്വയറിങ് ഫോർ എ ഹയർ നാഷണൽ ഇൻകം ലെവൽ. അതുപോലെ ഡൊമസ്റ്റിക് മണി സപ്ലൈ എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം കർവ് എന്ന് പറയുന്നത് അപ്വാർഡിലേക്കോ ലെഫ്റ്റിലേക്കോ പോകുന്നു. സോ ദിസ് ഇൻക്രീസ് ഇൻ ഇൻട്രസ്റ്റ് റേറ്റ് പ്രൊഡ്യൂസസ് ദ ഡിമാൻഡ് ഫോർ മണി. അവിടെ ഇൻട്രസ്റ്റ് റേറ്റ് ഇൻക്രീസ് ചെയ്യുകയും ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത് കുറയ്ക്കുകയും ചെയ്യുന്നു. സോ നീഡിങ് എ ലോവർ നാഷണൽ ലെവൽ ഫോർ ഇക്വിലിബ്രിയം. അതായത് ഇവിടെ ഒരു നാഷണൽ ഇൻകം എന്ന് പറയുന്നത് കുറവാണ് വേണ്ടത് എന്താണ് ഇക്വിലിബ്രിയം എന്ന് സ്റ്റേബിൾ ആക്കാൻ വേണ്ടിയിട്ട്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഷിഫ്റ്റിംഗ് മണി ഡിമാൻഡ് ഫംഗ്ഷൻ. അപ്പോൾ മണി ഡിമാൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നതിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് അതൊരു ഡിക്രീസിലേക്കാണ് പോകുന്നതെങ്കിൽ അവിടുത്തെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നതും ഇൻകം എന്ന് പറയുന്നതിൻ്റെ ഡിമാൻഡിൽ എങ്ങനെ ചേഞ്ചസ് വരുന്നു. അപ്പോൾ എല്ലാം കർവ് എന്ന് പറയുന്നത് ഡൗൺവാർഡ് അല്ലെങ്കിൽ റൈറ്റിലേക്ക് പോകുന്നു. ഇപ്പോൾ മണി ഡിമാൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇൻക്രീസിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ ഡിക്രീസിലാവുമ്പോൾ ഡൗൺവാർഡിലേക്കും റൈറ്റിലേക്കും പോകുന്നു, എല്ലാം കർവ് എന്ന് പറഞ്ഞു. ഇൻക്രീസിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം കർവ് എന്ന് പറയുന്നത് അപ്വാർഡിലേക്കും ലെഫ്റ്റിലേക്കും പോകുന്നു. സോ അവിടെ ഒരു മണി ഡിമാൻഡ് അറ്റ് ഗിവൺ ഇൻകം ആൻഡ് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയാം. ഡിപ്രീസിയേഷൻ ആൻഡ് ഡിവാലുവേഷനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ നമ്മൾ കുറച്ച് മുമ്പേ ഒരു ഡിവാലുവേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ഡിപ്രീസിയേഷൻ ഒരു ഡിവാലുവേഷൻ എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് മണി ഡിമാൻഡ് ചെയ്യാണ്. അപ്പോൾ അവിടെ എല്ലാം കർവ് എന്ന് പറയുന്നത് ലെഫ്റ്റ് വാർഡിലേക്ക് പോവുകയും ദിസ് ഹാപ്പൻസ് ബിക്കോസ് ഇറ്റ് റൈസസ് ഇമ്പോർട്ട് പ്രൈസസ്. അപ്പോൾ ഇത് ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? ഇമ്പോർട്ട് പ്രൈസസ് റേസ് ചെയ്യുന്നത് കൊണ്ടാണ്. To balance transaction demand for money decreases leading to a lower income level. അപ്പോൾ ഇത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് ഒരു ലോവർ ഇൻകം ലെവൽ അവിടെ ഉണ്ടാവുന്നു. അങ്ങനെയാണ് ഇവിടെ ഒരു ബാലൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഈ അപ്രീസിയേഷൻ ഓർ റീവാലുവേഷനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അപ്രീസിയേഷൻ ഓർ റീവാലുവേഷൻ എന്ന് പറയുന്നത് ഡിക്രീസ് മണി ഡിമാൻഡ് ഡിക്രീസ് ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ എല്ലാം കർവ് എന്ന് പറയുന്നത് റൈറ്റ് വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ദിസ് ഒക്കേഴ്സ് ബിക്കോസ് ഇറ്റ് ലോവർ ഇമ്പോർട്ട് പ്രൈസസ്. അതായത് റീവാലുവേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മണിയിലുണ്ടാവുന്ന അതായത് നമ്മുടെ ഡിവാലുവേഷൻ എന്ന് പറയുന്നത് നമ്മുടെ മണിയുടെ വാല്യൂ എന്ന് പറയുന്നത് കുറയുന്നതും റീവാലുവേഷൻ എന്ന് പറയുന്നത് മണിയുടെ വാല്യൂ കൂടുന്നതുമാണ്. അപ്പോൾ ഇമ്പോർട്ട് പ്രൈസസ് എന്ന് പറയുന്നത് വളരെ ലോവറായിട്ട് മാറും. സോ റെഡ്യൂസിങ് മണി ഡിമാൻഡ് ടു ബാലൻസ് ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി ഇൻക്രീസസ്. അപ്പോൾ ഇവിടെ മണി ഡിമാൻഡ് എന്ന് പറയുന്നത് റെഡ്യൂസ് ചെയ്യപ്പെടുകയും ഇതൊന്ന് ബാലൻസ് ആക്കാൻ വേണ്ടിയിട്ട് ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി ഇൻക്രീസ് ചെയ്യുകയും ചെയ്യുന്നു. സോ അവിടെ ഒരു ഹയർ ആയിട്ടുള്ള ഇൻകം ലെവൽ വരുന്നു. അങ്ങനെ ഈ ഒരു 4 എണ്ണമാണ് നമുക്കിതിൻ്റെ ഷിഫ്റ്റിന് പഠിക്കാനുള്ളത്. അപ്പോൾ അതൊന്ന് നോക്കി വെക്കുക. ഇനി ലാസ്റ്റ് ടോപ്പിക്കാണ് ഇക്വിലിബ്രിയം യൂസിങ് IS ആൻഡ് LM കർവ്. ഈ ഒരു IS എല്ലാം കർവിനെയും കൂടി കൂട്ടിയിട്ടുള്ള ഒരു ഇക്വിലിബ്രിയത്തിനെ കുറിച്ചിട്ടാണ്, ഒരു ജനറൽ ഇക്വിലിബ്രിയമാണ് ISLM മോഡലിൽ പറയാൻ വേണ്ടി പോകുന്നത്. സോ ദ ISLM മോഡൽ ടോക്സ് അബൌട്ട് ഫൈൻഡിങ് എ ബാലൻസ് ബിറ്റ്വീൻ ഹൗ മച്ച് പീപ്പിൾ വാണ്ട് ടു ബൈ ആൻഡ് ഹൗ മച്ച് ദേ ക്യാൻ ബൈ. അപ്പോൾ ഈ ഒരു ISLM മോഡൽ എന്ന് പറയുന്നത് നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ എത്രത്തോളം ആളുകൾക്ക് വാങ്ങാനുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം അവർക്ക് വാങ്ങാൻ കഴിയും എന്നൊക്കെ തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പിനെയാണ് പറയുന്നത്. ആൻഡ് ഓൾസോ ബിറ്റ്വീൻ ഹൗ മച്ച് മണി പീപ്പിൾ വാണ്ട് ആൻഡ് ഹൗ മച്ച് ദേ ഹാവ്. അവർക്ക് എത്രത്തോളം മണി വേണമെന്നും എത്രത്തോളം അവരുടെ കയ്യിലുണ്ട് എന്നുള്ള രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പ് കൂടി പറയുന്നുണ്ട്. സോ ദ IS കർവ് എന്ന് പറയുന്നത് ഷോസ് വെർ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഗുഡ്സ് ബാലൻസ്ഡ്. അപ്പോൾ ഇവിടെ ബൈയിങ്ങും സെല്ലിംഗ് എന്ന് പറയുന്ന ഗുഡ്സ് ബാലൻസ് ആയി നിൽക്കുന്നതാണ് IS കർവ് എന്ന് പറയുന്നത്. LM കർവ് എന്ന് പറയുന്നത് ഇറ്റ് ഷോസ് വെർ മണി ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആർ ഇൻ ബാലൻസ്. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ LM കർവ് നമ്മൾ ഇത്ര പറഞ്ഞു നിർത്തിയുള്ളൂ, മണി ഡിമാൻഡും സപ്ലൈയും തമ്മിലുള്ള ഒരു ബാലൻസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ISഉം LMൻ്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. IS ആകുമ്പോൾ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഗുഡ്സ് എന്ന് പറയുന്നത് ബാലൻസ്ഡ് ആവുന്നു. LM എന്ന് പറയുമ്പോൾ മണി ഡിമാൻഡും സപ്ലൈ ആണ് ബാലൻസ്ഡ് ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു ഡയഗ്രത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് എക്സ് ആക്സിസിൽ എന്താണ് ഇൻകം കാണിക്കുന്നുണ്ട്, വൈ ആക്സിസിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും കാണിക്കുന്നുണ്ട്. സോ ഇവിടെ വൈ എന്ന് പറയുന്നത് എന്താണ് ഇൻകം ആണ്, ആർ എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. ഇവിടെ ISഉം LM കർവും കാണിക്കുന്നുണ്ട്. അപ്പോൾ IS കർവ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, LM കർവും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ISഉം LMഉം തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന എന്ന് പറയുന്ന ഒരു പോയിന്റും കൂടിയുണ്ട്. സോ ഈ ഒരു എന്ന് പറയുന്ന പോയിന്റ് എന്ന് പറയുന്നത് ISഉം LMഉം ഈക്വൽ ആയിട്ടിരിക്കുന്നതാണ്. അതായത് ISൽ ഉണ്ടാവുന്ന മാർക്കറ്റിലും LM മാർക്കറ്റ് എന്നും പറയുന്നത് ബാലൻസ്ഡ് ആയിട്ട് നിൽക്കുന്ന ബോത്ത് മാർക്കറ്റ്സ് ആർ ബാലൻസ്ഡ് എന്ന് പറയുന്ന ഒരു പോയിന്റ് ആണ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് എന്ന് പറയുന്നത്. ഇവിടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും ഇൻകവും തമ്മിലുള്ള ഒരു കോമ്പിനേഷനും ഇതിനകത്ത് കാണിക്കുന്നുണ്ട്.
ഇനി ഒരു ഇക്വിലിബ്രിയത്തിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. ഇവിടെ ഗവൺമെൻറ്റോ ഫോറിൻ ട്രേഡോ ഒന്നും തന്നെ ഇവർ കൺസിഡർ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഇറ്റ് കനോട്ട് ഫിഗർ ഔട്ട് ഔട്ട്പുട്ട്, അവിടുത്തെ ഇൻട്രസ്റ്റ് റേറ്റുകളോ അല്ലെങ്കിൽ പ്രൈസ് ഓൾ അറ്റ് വൺസ്, ബിക്കോസ് ഇറ്റ് ഓൺലി ഫോക്കസ് ഓൺ 2 മാർക്കറ്റ്. അതായത് IS എന്ന് പറയുന്ന LM എന്ന് പറയുന്ന ഈ 2 മാർക്കറ്റ്സിനെ മാത്രമാണ് ഇവർ ഉദ്ദേശിക്കുന്നുള്ളൂ. മറ്റു തരത്തിലുള്ള ഇൻട്രസ്റ്റ് റേറ്റുകളോ അല്ലെങ്കിൽ പ്രൈസ് ഓഫ് അതേഴ്സ് ഒന്നും തന്നെ ഇതിനകത്ത് പറയുന്നില്ല. ഇറ്റ് ഓൺലി ലുക്സ് അറ്റ് സ്റ്റാറ്റിക് ബാലൻസ്. ഒരു സ്റ്റാറ്റിക് ബാലൻസ് ആണ് അവർ നോക്കുന്നുള്ളൂ. അതായത് പലതരത്തിലുള്ള ചേഞ്ചസ് ഓരോ എക്കോണമിയിലും ടൈം മാറുന്നതിനനുസരിച്ചൊരു ചേഞ്ചസ് ഉണ്ടായിക്കൊണ്ടിരിക്കും, പക്ഷെ അവരിതൊന്നും ചെക്ക് ചെയ്യുന്നില്ല. ഇറ്റ് ഡസ് നോട്ട് കൺസിഡർ ഹൗ പ്രൊഡക്ഷൻ ആൻഡ് എംപ്ലോയ്മെൻറ്റ് ആർ റിലേറ്റഡ് ടു ഹൗ സപ്ലൈ ആൻഡ് ഡിമാൻഡ് ആർ ഫോർ ലേബർ വർക്ക്. അപ്പോൾ ഇവിടെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നതും അതുപോലെ എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത് എത്രത്തോളം റിലേറ്റഡ് ആണ്, അതിൽ സപ്ലൈയും ഡിമാൻഡും ലേബർ ഫോർ വർക്കും ഒക്കെ തമ്മിൽ എങ്ങനെ ഒരു റിലേഷൻ ഉണ്ട്, ഒരു കോമ്പിനേഷൻ ഉണ്ട്, ഇതിനെക്കുറിച്ചിട്ടൊന്നും ഇതിൽ ഡിസ്കസ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ എഫക്ട്സ് ഓഫ് വെൽത്തിനെ കുറിച്ച് ഇത് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ സപ്ലൈ ഓഫ് മണി എന്ന് പറയുന്നത് ഡിസൈഡഡ് ബൈ പോളിസീസ് ആണ്. പക്ഷെ പലതരത്തിലുള്ള ക്രിറ്റിക്സുകളും പറയുന്നുണ്ട് ഇതൊരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണെന്ന്. അതുപോലെ തന്നെ ഇറ്റ് പുട്ട്സ് ടു മച്ച് എംഫസൈസ് ഓൺ മണി ആൻഡ് ഇഗ്നോർസ് അതർ ഫിനാൻഷ്യൽ അസറ്റ്സ്, അതായത് ഇൻഫ്ലുവൻസ് ഓൺ ഇൻകം ആൻഡ് ഇൻട്രസ്റ്റ് റേറ്റ്സ്. അപ്പോൾ ടോട്ടലായിട്ട് ഇതിൻ്റെ ലിമിറ്റേഷൻസ് എന്ന് പറയുന്ന ഒരു 5 ലിമിറ്റേഷൻസ് എങ്കിലും പഠിച്ചു വെക്കാൻ വേണ്ടി നോക്കുക. അപ്പോൾ ഈ ഒരു IS ആൻഡ് LM കർവിൻ്റെ ഒരു ഇക്വിലിബ്രിയത്തിനെ സംബന്ധിച്ച് ഇതൊക്കെയാണ് ഇതിൻ്റെ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത്. ആ ലിമിറ്റേഷൻസ് ഓരോന്നും മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ ആ ഒരു ഡയഗ്രാം വരയ്ക്കാൻ പഠിക്കുക, അത് മസ്റ്റാണ്. അത് എളുപ്പമുള്ള ഡയഗ്രാമാണ്, നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ IS-ഉം LM കർവും ഒക്കെ തന്നെ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ടോട്ടലായിട്ട് IS LM മോഡൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ IS-ഉം LM-ഉം ഒക്കെ ഡിസ്കസ് ചെയ്ത ശേഷം IS LM മോഡലിൻ്റെ ആ ഒരു ഇക്വിലിബ്രിയത്തിൻ്റെ ഒരു സ്റ്റേറ്റ് കൂടി വരച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 10 മാർക്ക് അതിൽ കിട്ടും. അപ്പോൾ മസ്റ്റായിട്ട് എല്ലാവരും ഇത് പഠിക്കാം.